രാജ്യത്ത് ഒക്ടോബറിലെ മൊത്തം GST വരുമാനം 1,87,347 കോടി രൂപ. നവംബറിൽ 1,82,269 കോടി രൂപ. ഒക്ടോബറിൽ നിന്ന് നവംബറിലേക്ക് എത്തിയപ്പോൾ 5,000 കോടി രൂപയുടെ കുറവ്. ഡിസംബറിലോ അത് 1,76,857 കോടി രൂപ. അതായത് നവംബറിലേക്കാൾ 5,000 കോടിയിലേറെ കുറവ്. ഒക്ടോബറിലേക്കാൾ 10,000 കോടി രൂപയുടെ കുറവാണ് ഡിസംബറിൽ. 3 മാസം തുടർച്ചയായി നികുതി കുറഞ്ഞു എന്നതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇതാണ് സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആദ്യ ലക്ഷണം. ഇത്തരമൊരു കണക്ക് മുന്നിലുണ്ടായിട്ടും എന്താണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്? കഴിഞ്ഞ വർഷം ഇതേ മാസത്തേക്കാൾ 7% വർധനയുണ്ടെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി പുറത്തുവിട്ടു രാജ്യം. നമ്മുടെ രാജ്യം മുന്നോട്ട് എന്ന മട്ടിൽ എല്ലാ മാധ്യമങ്ങളിലും അത് വാർത്തയായി വന്നു. GST വരുമാനം കുറയുക എന്നാൽ എന്താണ് അർത്ഥം? രാജ്യത്തെ മുഴുവൻ വ്യാപാരവും മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ്. ജനങ്ങൾ വിപണിയിൽ പണം ചെലവഴിക്കുന്നില്ല എന്നാണ്. ജനം ചെലവഴിക്കാത്തതിന് കാരണം അവർക്ക് മുൻപുള്ളതുപോലെ വരുമാനം ഇല്ല എന്നുള്ളതാണ്. മുൻപുള്ളതുപോലെ വരുമാനം ഇല്ലാത്തതിനുള്ള കാരണം എന്താണ്? തൊഴിൽ ആവശ്യത്തിനില്ല.